നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി പ്രദീപ് നാരായണൻ ചേരുന്നു. പ്രദീപ്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റ് വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിനി, രാവിലെ 8:20 വീട്ടിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കഴിഞ്ഞ 2 ആഴ്ചയായി മംഗലാപുരത്തെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി കൂടെയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ഇന്ന് രാവിലെ 8:20 കൂടിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. മുൻ മന്ത്രിയാണ് അദ്ദേഹം. മുസ്ലിം ലീഗിന്റെ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ദീർഘനാൾ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. UDF ജില്ലാ ചെയർമാനായിരുന്നു. കാസർഗോഡ് ജില്ലയുടെ പ്രഥമ കൗൺസിൽ അംഗമായിരുന്നു. ഇങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു. ദീർഘകാലം കാസർഗോഡ് വടക്കേയറ്റത്തുള്ള മഞ്ചേശ്വരം മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നത്. AK ആന്റണി മന്ത്രിസഭയിൽ 2001 മുതൽ 2004 വരെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്നു. ഇക്കാലത്താണ് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതും. ഏതായാലും കാസർഗോഡ് ജില്ലയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡിന്റെ സമഗ്ര വികസനത്തിനുൾപ്പെടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ആളായിരുന്നു ചെർക്കളം അബ്ദുള്ള. ചെർക്കളം എന്ന സ്ഥലപ്പേരോടുകൂടിയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നതും. MSFിലൂടെയും കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായിരുന്നപ്പോൾ കൂടിയും മുഴുവൻ സമയവും നേതൃരംഗത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കാസർഗോഡിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ചെർക്കള പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ചെർക്കളം അബ്ദുള്ളയ്ക്ക് സാധിച്ചു. ഏറെ നാളായി അദ്ദേഹം രോഗബാധിതനായിരുന്നു. എന്നാൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് 2 ആഴ്ച മുമ്പ് മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. ഇതിനിടയിൽ പോലും അസത്യങ്ങൾ ഏറെ പ്രചരിച്ചിരുന്നു. ഇദ്ദേഹം മരണപ്പെട്ടു എന്നടക്കമുള്ള വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിക്കപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ പൂർണ്ണ ആരോഗ്യവാനായിട്ടായിരുന്നു ചെർക്കളം അബ്ദുള്ള തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഇന്ന് രാവിലെ 8:20 അന്ത്യം സംഭവിച്ചത്. പ്രദീപ, മരണസമയത്ത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ അടുത്തുണ്ടായിരുന്നു. സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? രഞ്ജിനി, അതേക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ഇനിയും വന്നിട്ടില്ല. കാരണം മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം ചെർക്കളയിലെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. വൈകുന്നേരത്തോടു കൂടി ചെർക്കള ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും എന്നാണ് ലഭിക്കുന്ന വിവരമെങ്കിൽ കൂടിയും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ബന്ധുക്കളൊക്കെ തന്നെയും ഇപ്പോൾ ചെർക്കളയിലേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി പ്രവർത്തകരും ചെർക്കളയിലെ വീട്ടിലേക്ക് എത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. വൈകുന്നേരത്തോടു കൂടി മാത്രമേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുകയുള്ളൂ. പ്രദീപ്, 19 കൊല്ലം MLA ആയിരുന്ന വ്യക്തി ഒരു തവണ മന്ത്രിയാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഏത് രീതിയിലാണ് ഈ ഒരു സമയത്ത് നോക്കിക്കാണേണ്ടത്? രഞ്ജിനി, തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1972 മുതൽ 1984 വരെ അവിഭക്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് ചെർക്കളം അബ്ദുള്ള. 1984 കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയായി, തുടർന്ന് 6 വർഷം ജില്ലാ ജനറൽ സെക്രട്ടറിയായി തുടർന്നുപോയി. 2002 മുതൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. STU സംസ്ഥാന പ്രസിഡന്റ്, ന്യൂനപക്ഷ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ, UDF കാസർഗോഡ് ജില്ലാ ചെയർമാൻ, സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ്, സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രസിഡന്റ് തുടങ്ങി വിവിധ സമൂഹത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലൊക്കെ തന്നെയും എല്ലായിടത്തും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ചെർക്കളം അബ്ദുള്ള. വളരെ ചെറുപ്പകാലത്ത് തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വരികയും പിന്നീട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായി മുന്നോട്ട് പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ആയിഷ ചെർക്കളം ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് PP തങ്കച്ചൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ PP തങ്കച്ചൻ, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ ചെർക്കളം അബ്ദുള്ളയാണ് ഇപ്പോൾ അന്തരിച്ചത്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ ഒരു വാർത്തയോട്? ചെർക്കളം അബ്ദുള്ള ഏറെക്കാലമായിട്ട് ചികിത്സയിലായിരുന്നു. അദ്ദേഹം ഞാൻ നിയമസഭയിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അംഗങ്ങളായിരുന്നിട്ടുണ്ട്. അദ്ദേഹം ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്നു. ഞാൻ സ്പീക്കറായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ അടുത്ത് പെരുമാറാൻ ഇടവന്നിട്ടുണ്ട്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഒരു അടിയുറച്ച നേതാവാണ്. വളരെ ധീരമായി തന്നെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി അദ്ദേഹം എത്ര ഇടം വരെ പോകാനും അദ്ദേഹം തയ്യാറായിരുന്നു.
അദ്ദേഹം കാസർഗോഡിന്റെ മൊത്തത്തിലുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ആ നിലയിലാണ് നിയമസഭാ സമാജയിലായിരുന്നപ്പോഴും മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലുമൊക്കെ നിയോജകമണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിൽക്കാതെ പിന്നോക്ക പ്രദേശം എന്നുള്ള നിലയിൽ കാസർഗോഡ് ജില്ലയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം എപ്പോഴും ശബ്ദം ഉയർത്തിയിരുന്നത്. അദ്ദേഹം മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ഈ കുടുംബശ്രീക്ക് രൂപം കൊടുത്തത്. കുടുംബശ്രീ പിന്നീട് ഒരു വിചാരിച്ചാലും വലിയൊരു പദ്ധതിയായിട്ട് പിന്നീട് അത് രൂപാന്തരപ്പെട്ടു. അതുപോലെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഗോശ്രീ പാലത്തിന്റെ അതിന്റെ റോഡുകളും അതിന്റെ പണികളും ഒക്കെ അതിന്റെ ആരംഭം കുറിച്ചത്. അത് ആ കാര്യത്തിൽ അദ്ദേഹം വളരെ സഹായകരമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ആ പണികൾ വേഗം തീർക്കാനും അതിന്റെ എതിർപ്പുകൾ കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ ഒരു ധീരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പൊതുവെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിര്യാണം മുസ്ലിം ലീഗിന് മാത്രമല്ല നമ്മുടെ കേരളീയ സമൂഹത്തിനാകെ വലിയ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകൾക്ക്, പിന്നോക്ക ജില്ലകൾക്ക് എന്ന് ഈ തരണത്തിൽ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിലെ ഹാർദമായി ഞാൻ ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെ ദുഃഖം അറിയിക്കുകയാണ്. ശ്രീ പി തങ്കച്ചൻ, 19 വർഷമാണ് അദ്ദേഹം MLA ആയിരുന്നത്. ഒരു തവണ മന്ത്രിയാവുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അല്പം വൈകിട്ടാണെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭ്യമായിട്ടുണ്ട്. അത് സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ നല്ലൊരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. നിങ്ങൾ ഒരുമിച്ച് നിയമസഭയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് വ്യക്തിപരമായ ഒരു ബന്ധം? വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സ്പീക്കറായിരുന്ന കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ പല ആവശ്യങ്ങൾക്കും അദ്ദേഹം നേരിട്ട് എന്നെ സമീപിക്കുകയും എന്നെ വിളിച്ചുകൊണ്ടുപോവുകയും എന്നെ അത് ബോധ്യപ്പെടുത്തുകയും ഞാൻ തന്നെ അന്നത്തെ ബന്ധപ്പെട്ട പല മന്ത്രിമാരുടെ അടുത്തും അദ്ദേഹം കാണിച്ചിരുന്ന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിന് ശുപാർശ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വളരെ നല്ല ബന്ധമായിരുന്നു ഞങ്ങൾ. വളരെയധികം നന്ദി ശ്രീ പി തങ്കച്ചൻ ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. പ്രദീപ് നാരായണൻ തുടരുന്നുണ്ട്. പ്രദീപ്, മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിനി, ഇപ്പോഴും വീട്ടിലെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകരും അല്ലാത്തതുമായ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകരപ്പുറത്തേക്ക് സമൂഹത്തിന്റെ നാനാജാതി മതസ്ഥരുമായും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. എല്ലാ കാര്യങ്ങളിലും, ക്ഷേത്രകാര്യങ്ങളിൽ ഉൾപ്പെടെ ഇടപെട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാസർഗോഡിന്റെ പ്രത്യേക സാഹചര്യം എടുത്തു പറയുകയാണെങ്കിൽ വർഗീയ സംഘർഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ തടയുന്നതിൽ പോലും അദ്ദേഹത്തിന് ഒരു ശ്രമം നടത്താൻ സാധിച്ചു എന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ എല്ലായിടത്തു നിന്നുള്ള ആളുകൾ ഇപ്പോൾ ചെർക്കളത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു എന്നാണ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുകയുള്ളൂ. കാരണം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ കാസർഗോഡേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ 8:20 വീട്ടിലായിരുന്നു അന്ത്യം. 2 ആഴ്ചയോളം മംഗലാപുരത്ത് ചികിത്സയിലായിരുന്നു. എല്ലാ അസുഖങ്ങളും മാറിയ ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നത്. എന്നാൽ ഇന്ന് രാവിലെ 8:20 അന്ത്യം സംഭവിക്കുകയായിരുന്നു. രഞ്ജിനി, പ്രതിഭ ലീഗിന്റെ ശക്തമായ പ്രബലമായ ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ്. അവിടെ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ ഏത് രീതിയിലുള്ള ഇടപെടലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്? രഞ്ജിനി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം ചെർക്കളം അബ്ദുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ രൂപീകരണത്തിന് മുമ്പ് തന്നെയാണ്. 1972 മുതൽ 84 വരെ അദ്ദേഹം അവിഭക്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. പിന്നീട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ് തുടങ്ങി മത സംഘടനകൾ ഉൾപ്പെടെ അദ്ദേഹം പ്രവർത്തിച്ചു. ഇങ്ങനെ മുസ്ലിം ലീഗിന് കാസർഗോഡിന്റെ വടക്കൻ മണ്ണിൽ അടിത്തറ പാകുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ ചെർക്കളം അബ്ദുള്ളക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം തന്നെ എടുത്തു കഴിഞ്ഞാൽ കാലങ്ങളോളമായി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വിജയിക്കാൻ സാധിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഭാഷാപരമായ ഒരു കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. കന്നഡയും തുളുവും ഉൾപ്പെടെ അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയുടെ വടക്കൻ മേഖലയിൽ കാസർഗോഡ്, മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായും മുസ്ലിം ലീഗിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും
നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ 9 തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ കാര്യപ്രാപ്തിയും കാര്യശേഷിയും തന്നെയാണ് സൂചിപ്പിക്കുന്നതും. അദ്ദേഹം നേരത്തെ പി തങ്കച്ചൻ പറഞ്ഞതുപോലെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ കൊണ്ടുവന്നത് അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ കാലത്താണ്. എ കെ ആന്റണി മന്ത്രിസഭയിലായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നത്. പിന്നീട് അദ്ദേഹം പുറത്തു പോകുന്നതും അതേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് തന്നെയായിരുന്നു. കാരണം ചില പ്രശ്നങ്ങളുടെ പേരിലായിരുന്നു അദ്ദേഹം പിന്നീട് പുറത്തു പോകേണ്ടിയും വന്നത്. എങ്കിലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അദ്ദേഹം തിളങ്ങി നിന്നു മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്ന് പറയേണ്ടി വരും. ദീർഘകാലം MLA ആയിരുന്ന സമയത്തും ഒരിക്കൽ അടിപതറിയത് CPM-ലെ CH കുഞ്ഞമ്പുവിനോടായിരുന്നു. പിന്നീട് വീണ്ടും മുസ്ലിം ലീഗ് ജയിച്ചു കയറാനുള്ള സാഹചര്യം മഞ്ചേശ്വരത്തുണ്ടായി. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ചെർക്കളം അബ്ദുള്ള എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉള്ള സ്വാധീനം തുടരുക. ഇപ്പോൾ KPA മജീദ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ KPA മജീദ്, ചെർക്കളം അബ്ദുള്ള വിട പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷറായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം വിടവാങ്ങിയിട്ടുള്ളത്. UDF-നെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടുള്ളത്. അദ്ദേഹം കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഉത്തരവാദിത്തമുള്ള മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ആ മേഖലയിൽ ധാരാളം വികസന പരിപാടികൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തര കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ നിർണായകമാണ്. അവിടെയുള്ള എല്ലാ വികസന പരിപാടികളും മറ്റു കാര്യങ്ങളിലും അദ്ദേഹം ഒരു അവസാന വാക്ക് തന്നെയായിരുന്നു. അവിടെ എല്ലാ പാർട്ടിക്കാരുമായി എല്ലാ വിഭാഗ ആളുകളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോയിട്ടുള്ള അപൂർവ നേതാക്കൾ ഒരാളാണ് ചെർക്കളത്തുള്ള. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. വെറും 3 ദിവസത്തേക്ക് ലീഗിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെയധികം നന്ദി ശ്രീ KPA മജീദ്, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ MP പി കെ കുഞ്ഞാലിക്കുട്ടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ചെർക്കളം അബ്ദുള്ളയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഹലോ, ചെർക്കുളം അബ്ദുള്ള സാഹിബ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത നഷ്ടമാണ്. അത് മാത്രമല്ല, ഇത് ജനാധിപത്യ ചേരിക്കേറ്റ ഏറ്റവും വലിയ നഷ്ടമാണ്. കാസർഗോഡിന്റെ വളരെ ശക്തനായ ഒരു നേതാവ്, കേരളത്തിന്റെ ഒരു ഡിസിഷൻ മേക്കർ, മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു ഡിസിഷൻ മേക്കറാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എ കെ ആന്റണിയോടൊത്തും ഉമ്മൻചാണ്ടിയോടൊത്തും ശ്രീ കെ കരുണാകരനോടൊത്തും ഒക്കെയുള്ള മന്ത്രിസഭയിലുണ്ടായിരുന്നു. അതിനേക്കാൾ ഏറെ മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാക്കന്മാരോടൊപ്പം പരിശീലിച്ചു വന്ന ഒരു നേതാവാണ് ചെർക്കുളം അബ്ദുള്ള സാഹിബ്. ആ തയക്കവും ആ പഴക്കവും ആ ഡിസിഷൻ മേക്കിങ്ങും ആ തലയെടുപ്പും ഒക്കെ അദ്ദേഹം കാസർഗോഡിന്റെയും അതുപോലെ തന്നെ കേരളത്തിന്റെയും ഒരു ഉന്നത നേതാവും ഒരു നേതൃത്വത്തിന്റെ പ്രതീകവുമായ ഒരു ജീവിതമായിരുന്നു ചെർക്കുളം അബ്ദുള്ള സാഹിബിന്റെ. അദ്ദേഹത്തിന്റെ നിര്യാണം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്നു. ഞാൻ ഇന്നലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ സന്ദർശിച്ചു വന്നതാണ്. അത് സമയത്ത് കണ്ണു തുറന്ന് സംസാരിച്ചതാണ്. ഇന്നിപ്പോ ഈ വാർത്തയാണ് വന്നിരിക്കുന്നത്. വലിയ ഷോക്കാണ് പാർട്ടിക്കും അതുപോലെ തന്നെ മുഴുവൻ നാടിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ദൈവം പരലോക ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലീഗിന്റെ പ്രബലമായ ജില്ലകളിൽ ഒന്നാണ് കാസർഗോഡ്. അവിടെ മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്താൻ വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തി. ആ ഒരു നിലയിൽ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് താങ്കൾ ഓർക്കുന്നത്? പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ മഞ്ചേശ്വരം മണ്ഡലം അദ്ദേഹം പാർട്ടിക്ക് കൊണ്ടുവന്ന് തന്ന ആളാണ്. സ്ഥിരമായി മാറി മാറി കർണാടക സമിതിയും അതുപോലെ തന്നെ LDF-ഉം ഒക്കെ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം UDF-ന്റേതാക്കിയത് ചെർക്കുളം അബ്ദുള്ള സാഹിബാണ്. ചെർക്കുളം അബ്ദുള്ള സാഹിബാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്നത്തെ ശക്തമായ ഒന്നാമത്തെ പാർട്ടിയായി ലീഗ് കാസർഗോഡ് ജില്ലയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിലുള്ളത് ചെർക്കുളം അബ്ദുള്ള സാഹിബിന്റെ ജീവിതമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ, അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. വളരെയധികം നന്ദി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ KPC പ്രസിഡന്റ് MM ഹസൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഹസൻ, ചെർക്കളം അബ്ദുള്ള വിടവാങ്ങി എന്ന ദുഃഖകരമായ വാർത്തയാണ് രാവിലെ തന്നെ പങ്കുവെക്കാനുള്ളത്. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? കരുത്തനായ മുസ്ലിം ലീഗിന്റെ നേതാവും മുൻ മന്ത്രിയുമായ ശ്രീ ചെർക്കുളം അബ്ദുള്ളയുടെ നിര്യാണത്തിൽ എന്റെ അഗാധമായ അനുശോചനം രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായ രാഷ്ട്രീയ നേതാവും
സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. കാസർഗോഡ് ജില്ലയുടെ പുരോഗതിക്കും വികസനത്തിനും അദ്ദേഹം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒരു പ്രഗത്ഭരായ ഭരണാധികാരിയാണെന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹത്തോടൊപ്പം മന്ത്രിസഭയിൽ അംഗമായിരിക്കാൻ അവസരമുണ്ടായ ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹവുമായി വളരെ അടുത്ത സ്നേഹബന്ധവും സൗഹൃദ ബന്ധവും പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആജ്ഞാശക്തിയുള്ള മേധാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രീയ രംഗത്തും മറ്റു സാമൂഹ്യ രംഗങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ UDF-നും ഒരു തീരാ നഷ്ടമാണ്. അദ്ദേഹം UDF-ന്റെ ചെയർമാൻ, ജില്ലാ ചെയർമാൻ എന്ന നിലയിൽ സജീവമായി ആ പ്രവർത്തനം നടത്തി അവിടെ മുസ്ലിം ലീഗിനെയും UDF-നെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ സംഭാവന നൽകിയ ആളാണ്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ MM ഹസനി. ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുസ്ലിം ലീഗ് നേതാവ് ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു. മരണം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആയിരുന്നു. മുൻ മന്ത്രി, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. 2001-2004 കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം. 19 വർഷം കാസർകോട്ടെ വിവിധ മണ്ഡലങ്ങളെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. കാസർഗോഡിന്റെ വികസനത്തിനായി മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം. വീണ്ടും വാർത്തകളിലേക്ക്. DMK അധ്യക്ഷൻ കരുണാനിധിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു. കരുണാനിധിയുടെ ചെന്നൈയിലെ വീട്ടിലാണ് ചികിത്സ നടക്കുന്നത്. മൂത്രാശയത്തിലെ അണുബാധ മൂലമുണ്ടായ പനിയെ തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി O. പനീർശെൽവം, കമൽഹാസൻ തുടങ്ങിയ പ്രമുഖർ ഇന്നലെ രാത്രിയോടെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ചു. DMK പ്രവർത്തകരും പൊതുജനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കരുണാനിധിയുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. കരുണാനിധി DMKയുടെ അധ്യക്ഷനായതിന്റെ 50ാം വാർഷികം കൂടിയാണ് ഇന്ന്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര സുധാകരൻ ചേരുന്നു. ആതിര, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ? പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിട്ടുണ്ടോ? രഞ്ജിനി, DMK അധ്യക്ഷൻ M. കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. അതീവ ഗുരുതരാവസ്ഥ തന്നെ അദ്ദേഹം ചെന്നൈയിലെ ഗോപാലപുരത്തുള്ള വസതിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ സ്ഥിരമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന കാവേരി ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം 24 മണിക്കൂറും അദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായത്. അതേ തുടർന്നാണ് അദ്ദേഹത്തെ രാത്രി 10 മണിയോടെ തന്നെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി O. പനീർശെൽവവും മറ്റ് മന്ത്രിമാർക്കൊപ്പം വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. മക്കൾ നീതിമയ്യ നേതാവ് കമൽഹാസനും ഇന്നലെ തന്നെ എത്തി സന്ദർശിച്ചിരുന്നു. DMKയുടെ മുതിർന്ന പാർട്ടി നേതാക്കളും എല്ലാം അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ തന്നെ കൂടുതൽ സന്ദർശകരെ അനുവദിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശമാണ് ഡോക്ടർമാർ കുടുംബത്തിന് നൽകിയിട്ടുള്ളത്. എങ്കിൽ കൂടിയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമാണ് തടിച്ചുകൂടിയത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കരുണാനിധിയുടെ മകനും DMK വർക്കിംഗ് പ്രസിഡന്റുമായ MK സ്റ്റാലിൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെയും MLA-മാരെയും ചെന്നൈയിലേക്ക് അടിയന്തരമായി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ആശുപത്രിയിൽ ലഭിക്കേണ്ട തരത്തിലുള്ള എല്ലാ പരിചരണങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും തമിഴ് രാഷ്ട്രീയത്തിലെ പ്രബലനായ ഒരു നേതാവാണ് കരുണാനിധി. 60 തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. 5 തവണ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അത്രത്തോളം തന്നെ വലിയ ഒരു പ്രവർത്തകരാണ്, അണിയാണ് തമിഴ്നാട്ടിലുള്ളത്. വ്യക്തി ജീവിതത്തിലും കരുണാനിധിക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് അദ്ദേഹം DMKയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയതിന്റെ 50ാം വാർഷികം ആഘോഷിക്കാനിരിക്കെയുണ്ടായ ഈ ഒരു സങ്കട വാർത്ത പ്രവർത്തകരെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ശരി ആതിര. അമ്പലപ്പുഴ കരൂരിൽ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ട 3 മരണം. കുട്ടിയം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയടക്കം 3 പേരാണ് മരിച്ചത്. പോലീസുകാർ സഞ്ചരിച്ച കാർ ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹിതൻ ചേരുന്നു. ശരണ്യ, മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പോലീസ് നൽകുന്ന ഒരു വിവരം ഏതു തരത്തിലാണ്? രഞ്ജിനി, ഇന്ന് പുലർച്ചെ 4:30 കൂടിയായിരുന്നു അപകടം. കൊല്ലം കൊട്ടിയത്തേക്ക് സഞ്ചരിച്ച, അങ്കമാലിയിൽ നിന്നും കൊല്ലം കൊട്ടിയത്തേക്ക് സഞ്ചരിച്ച സ്വകാര്യ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 2 പോലീസുകാരും ഒപ്പം തന്നെ ഹസീന എന്ന പെൺകുട്ടിയും നൌഫൽ എന്ന ആളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഹസീന എന്ന പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് ഇവളെ അങ്കമാലിയിൽ നിന്നും കണ്ടെത്തി കൊല്ലത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത്. കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് വനിതാ കോൺസ്റ്റബിൾ ശ്രീകലയും ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ നിസാം എന്ന പോലീസ് ഉദ്യോഗസ്ഥരും. ഇതിൽ ശ്രീകലയും ഒപ്പം തന്നെ കാണാതായ പെൺകുട്ടി ഹസീനയും
ഒപ്പം നൌഫൽ എന്ന വാഹന ഡ്രൈവറും അപകടത്തിൽ തൽക്ഷണം മരിക്കുകയായിരുന്നു. അമ്പലപ്പുഴ കരൂരിൽ വെച്ചാണ് അപകടം. വാഹനം ഓടിച്ചിരുന്നയാൾ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കാരണം മറ്റു ട്രാക്കിലേക്ക്, അതായത് ഈ കണ്ടെയ്നർ ലോറി വന്ന ട്രാക്കിലേക്ക്, എതിർവശത്തെ ട്രാക്കിലേക്ക് വാഹനം ഓടിക്കയറുകയായിരുന്നു. ഇടിച്ച് തിരിഞ്ഞ അവസ്ഥയിലായിരുന്നു വാഹനം. അതുകൊണ്ട് തന്നെ വലിയ ആഘാതത്തോടു കൂടിയുള്ള അപകടമാണ് നടന്നത്. അപകടത്തിൽ 3 പേർ തൽക്ഷണം മരിച്ചു. എന്തായാലും ഈ ശ്രീകലയുടെയും നൌഫലിന്റെയും ഒപ്പം ഹസീനയുടെയും മൃതദേഹം ആലപ്പുഴ വണ്ടാനം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒപ്പം അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കോൺസ്റ്റബിൾ നിസാമിനെ ലേക്ക് ഷോർ ആശുപത്രിയിൽ, എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രഞ്ജിനി. ശരി ശരണ്യ. ചരക്ക് ലോറി ഉടമകൾ രാജ്യവ്യാപകമായി നടത്തുന്ന സമരം ഇന്ന് 8ാം ദിവസത്തിലേക്ക്. സമരം തുടരുന്ന സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്. ചരക്ക് ഗതാഗതത്തിനായി ബദൽ സജ്ജീകരണങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ട് എങ്കിലും പ്രതിസന്ധിക്ക് പൂർണ്ണ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലെ അന്തിമ ഫലപ്രഖ്യാപനം ഇന്നുണ്ടാകും. ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഓഗസ്റ്റ് 14 ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭാ അംഗങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ചൂടുപിടിച്ചു. 80% സീറ്റുകളിലെ ഫലം പുറത്തുവന്നപ്പോഴും ഇമ്രാൻഖാന്റെ തെഹരീക്കെ ഇൻസാഫ് പാർട്ടി തന്നെയാണ് മുന്നിൽ. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ഫലപ്രഖ്യാപനം വൈകുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 14 ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 11 ദേശീയ അസംബ്ലിയുടെ ആദ്യ സമ്മേളനം ചേരും. 1947 ഇതേ ദിവസമാണ് മുഹമ്മദ് അലി ജിന്ന ദേശീയ അസംബ്ലിയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതിനാൽ ചെറു പാർട്ടികളുടെ പിന്തുണയോടെയാകും സർക്കാർ രൂപീകരണം. സർക്കാരിനെ ആരൊക്കെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഡോക്ടർ ആരിഫ് ആൽവിയാകും അസംബ്ലി സ്പീക്കർ. ഇമ്രാന്റെ അടുപ്പക്കാരനായ ഷാ മുഹമ്മദ് ഖുറേഷി പ്രതിരോധ മന്ത്രിയായും അസദ് ഉമർ ധനമന്ത്രിയായും ചുമതലയേൽക്കുമെന്നാണ് സൂചന. പ്രവിശ്യ സഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. പഞ്ചാബ് പ്രവിശ്യയിൽ ഇമ്രാന്റെ തെഹരീക്കെ ഇൻസാഫും നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതിനാൽ ഇവിടുത്തെ സർക്കാർ രൂപീകരണവും നിർണായകമാകും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അഭിമന്യു വധക്കേസിൽ പിടിയിലായ മുഖ്യപ്രതി മുഹമ്മദ് റഫയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ബംഗളൂരുവിൽ നിന്നും പിടികൂടിയത്. ഇന്നലെ രാത്രിയോടെ കൊച്ചിയിലെത്തിച്ച റിഫയെ രാത്രി വൈകിയും ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഡാനി പോൾ ചേരുന്നു. ഡാനി, വിശദാംശങ്ങൾ. രഞ്ജിനി, മുഹമ്മദ് റിഫയെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊച്ചിയിൽ എത്തിച്ചത്. അതിനുശേഷം വിവിധ കേന്ദ്രങ്ങളിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് റിഫയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സനീഷിന്റെ അറസ്റ്റും രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുഹമ്മദ് റിഫയെ കസ്റ്റഡിയിലെടുത്തതോടെ ഈ കേസിനെ സംബന്ധിച്ച്, അതായത് കൊലപാതകം നടത്തിയ പ്രതികളിലേക്ക് തന്നെ വൈകാതെ അന്വേഷണം ചെന്നെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഏതായാലും ഇന്ന് കസ്റ്റഡിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാലും റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഉടൻ തന്നെ, പക്ഷെ അടുത്ത ദിവസങ്ങളിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങും. ഇതിലെ മുഖ്യപ്രതിയായ മുഹമ്മദും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതലായി തന്നെയുള്ളത്. അത് തന്നെയായിരിക്കാം ഈ അഭിമന്യു കൊലക്കേസിലെ അന്വേഷണത്തിന് ഏറ്റവും നിർണായക ഘട്ടമെന്ന് പറയാവുന്നത്. കാരണം ഇരുവരെയും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ ഇത് സംബന്ധിച്ച കൂടുതൽ വസ്തുതകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊലപാതകം നടത്തിയത് ആര് എന്നത് സംബന്ധിച്ചും അതോടൊപ്പം ഇതിലേക്ക് എത്തിയ സംഘം ആരുടെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത് സംബന്ധിച്ചുമെല്ലാം വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അഭിമന്യു കൊലക്കേസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന അടുത്ത ദിവസങ്ങൾ തന്നെ വളരെ നിർണായകം തന്നെയാണ്. ഏതായാലും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. രഞ്ജിനി. ശരി ഡാനി. സാനിറ്ററി നാപ്കിനും ഗൃഹോപകരണങ്ങളും ഉൾപ്പെടെ GST പരിഷ്കരിച്ച 88 ഉൽപ്പന്നങ്ങളുടെ പുതിയ നിരക്ക് ഇന്ന് പ്രാബല്യത്തിൽ വരും. സാനിറ്ററി നാപ്കിൻ, പാക്കറ്റുകളിൽ വിൽക്കുന്ന പാൽ തുടങ്ങി 7 ഉൽപ്പന്നങ്ങളെ GSTയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയപ്പോൾ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങി മിക്ക ഗൃഹോപകരണങ്ങളുടെയും നികുതി 28-ൽ നിന്നും 18% കുറയ്ക്കാനും ഡൽഹിയിൽ ചേർന്ന 28ാം GST കൌൺസിൽ തീരുമാനിച്ചു.